എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. LPG മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ്. ഗ്യാസ് മസ്റ്ററിംഗ് EKYC ചെയ്യുമ്പോഴുണ്ടാകുന്ന തടസ്സങ്ങൾ എങ്ങനെ പരിഹരിക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ഇന്ത്യൻ, ഭാരത് ഗ്യാസ്, HP എന്നീ 3 കമ്പനികളുടെയും EKYC മസ്റ്ററിംഗ് എങ്ങനെ മൊബൈൽ ഉപയോഗിച്ച് വളരെ സിമ്പിളായി ചെയ്യാം എന്നതിൻ്റെ വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ 3 വീഡിയോകളുടെയും ലിങ്കുകൾ മുകളിലായി ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലും കൊടുത്തിരിക്കാം. കൂടാതെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തും കൊടുത്തിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട ഓൺലൈൻ പ്രോസസ്സുകളടങ്ങിയ 100 കണക്കിന് വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലുമൊക്കെ പ്രയോജനപ്പെടാതിരിക്കത്തില്ല. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക. ഇവിടെ നമ്മൾ 3 കമ്പനികളുടെയും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് മസ്റ്ററിംഗ് ചെയ്യേണ്ടുന്നത്. ഇന്ത്യൻ ഓയിൽ 1 എന്നാണ് ഇന്ത്യൻ്റെ ആപ്പിൻ്റെ പേര്. അതേപോലെ HP പേ എന്നാണ് ആ ആപ്പിൻ്റെ പേര്. അതുപോലെ തന്നെ ഭാരത് ഗ്യാസിൻ്റെ ഹലോ BPCL എന്ന ആപ്പ് ഉപയോഗിച്ചുമാണ് ചെയ്യേണ്ടുന്നത്. ഇങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഏജൻസിയിൽ നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അതേ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഓരോ ആപ്ലിക്കേഷനിലും രജിസ്റ്റർ ചെയ്താണ് മുന്നോട്ട് പോകേണ്ടുന്നത്. പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ OTP ഇങ്ങനെ വരാതെ ഹാങ്ങായി നിൽക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫേസ് ക്യാപ്ചർ ചെയ്യുന്ന സമയത്ത് കണ്ണ് നല്ലതുപോലെ ബ്ലിങ്ക് ചെയ്ത് കൊടുക്കേണ്ടതുകൊണ്ട് 2-3 പ്രാവശ്യമൊക്കെ നമുക്കങ്ങനെ ക്ലോസ് ആയിട്ട് കൊണ്ടുവന്ന് ബ്ലിങ്ക് ചെയ്ത് ചിമ്മി കൊടുക്കാവുന്നതാണ്. അങ്ങനെയൊന്നും കൊടുത്തിട്ട് നടക്കാതെ ഇത് ഹാങ്ങായി നിൽക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. നമ്മൾ ഗ്യാസ് ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അതേ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് തന്നെ വേണം ഈ ആപ്പുകൾ രജിസ്റ്റർ ചെയ്യാൻ. അതല്ലാതെ മറ്റ് നമ്പറുകൾ ഉപയോഗിച്ച് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. പക്ഷേ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് EKYCയുമായി ബന്ധപ്പെട്ട ലിങ്കുകളൊന്നും മറ്റ് നമ്പറുകൾ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്താൽ അവിടെ ലഭിക്കത്തില്ല. അതുകൊണ്ട് ഗ്യാസ് ഏജൻസിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അതേ മൊബൈൽ നമ്പർ തന്നെ ഉപയോഗിച്ച് ഈ ആപ്പുകളിലൊക്കെ രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ടുള്ള OTP വരാതിരിക്കുക, അല്ലെങ്കിൽ വന്ന OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ റോങ് എന്ന് കാണിക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ഫേസ് ക്യാപ്ചർ ചെയ്യുമ്പോൾ സക്സസ് ആവാതിരിക്കുക, ഫോട്ടോ എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാതിരിക്കുക. നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ടും ശരിയാകാതിരിക്കുക. അതേപോലെ പിൻ നമ്പർ റോങ് എന്ന് കാണിക്കുക തുടങ്ങിയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്നത് മൊബൈലിൻ്റെ സെറ്റിങ്സ് എടുക്കണം. മൊബൈലിൻ്റെ മുകളിൽ ഒരു റൗണ്ട് സിമ്പിൾ കാണാം. അവിടെ പ്രസ് ചെയ്തതിന് ശേഷം മൊബൈലിൻ്റെ സെറ്റിങ്സ് വരുന്നതാണ്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടുന്നത് മുകളിൽ സെർച്ച് ബാറുണ്ട്. ആ സെർച്ച് ബാറിൽ APPS ആപ്സ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ താഴെ ആപ്സ് എന്ന് വരും. ഇതിപ്പോൾ സാംസങ് മൊബൈലാണ്. ഓരോ മൊബൈലിൻ്റെയും സെറ്റിങ്സ് വ്യത്യസ്ത രീതിയിലായിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്പുകളൊക്കെ വരുന്നത് കാണാം. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള 3 ആപ്പുകളും ഇവിടെ കാണിച്ചിരിക്കുന്നത് കാണാം. ഈ ഒരു രീതിയിലല്ലാതെയും ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാവുന്ന രീതിയിൽ നോക്കാവുന്നതാണ്. ഇവിടെ നമുക്ക് ഈ 3 ആപ്പുകളും ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. ഹലോ BPCL, HP പേ, ഇന്ത്യൻ ഓയിൽ 1. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒരു ആപ്പ് മാത്രമേ കാണുകയുള്ളൂ. ഇതിൽ ഏതാണോ അതിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. പ്രസ് ചെയ്ത് കൊടുത്താൽ ഇവിടെ നമുക്ക് താഴെയായിട്ട് സ്റ്റോറേജ് എന്ന് കാണാം. ആ സ്റ്റോറേജിൽ പ്രസ് ചെയ്തതിന് ശേഷം ആപ്പിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതാണ്. ഇവിടെ നമുക്ക് ക്ലിയർ ഡേറ്റ, ക്ലിയർ ക്യാച്ച് എന്ന 2 ലിങ്കുകൾ താഴെ കാണാം. ഇതിൽ ക്ലിയർ ഡേറ്റയിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ ഡിലീറ്റ് ചെയ്യണമെന്ന് ചോദിക്കും. ഇവിടെ നമ്മൾ ഡിലീറ്റ് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ കൊടുത്ത വിവരങ്ങളൊക്കെ ഇവിടെ ഡിലീറ്റായി പോകുന്നതാണ്. ഇങ്ങനെ ചെയ്യുക വഴി നമ്മൾ കൊടുത്തിരിക്കുന്ന ഡേറ്റാസൊക്കെ ക്ലിയർ ആകുകയും ആപ്ലിക്കേഷൻ ഒന്ന് റിഫ്രഷ് ആവുകയും ചെയ്യും. അതിനുശേഷം നമുക്ക് കുറച്ചുകൂടി സ്മൂത്തായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അതിനുശേഷം വീണ്ടും ഏത് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണോ മസ്റ്ററിങ് ചെയ്യേണ്ടത് ആ ആപ്പ് വീണ്ടും ഓപ്പൺ ചെയ്യണം. ഞാനിവിടെ HP പേ ആണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്തതുപോലെ ഡീറ്റെയിൽസ് എല്ലാം ഒന്നേന്ന് കൊടുത്ത് ആദ്യം തൊട്ട് കൊടുത്ത് രജിസ്റ്റർ ചെയ്യണം. MPIN എല്ലാം വീണ്ടും കൊടുക്കേണ്ടി വരും. അങ്ങനെ ഓരോന്ന് കൊടുത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോയിട്ട് വീണ്ടും നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാൻ ശ്രമിക്കാവുന്നതാണ്. വീണ്ടും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഓരോ പ്രാവശ്യവും ഇതുപോലെ നമ്മൾ MPIN ഒക്കെ സെറ്റ് ചെയ്ത് ആദ്യം തൊട്ട് ഡീറ്റെയിൽസ് കൊടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു രീതി തന്നെയാണ് നമുക്ക് ഒന്നിലധികം പേരുടെ മസ്റ്ററിംഗ് ഒരു മൊബൈൽ ഉപയോഗിച്ച് ചെയ്യുമ്പോഴും ചെയ്യേണ്ടുന്നത്. അതുപോലെ തന്നെ മറ്റൊരു മൊബൈലിൽ ലോഗിനായി കിടന്നാലും നമുക്കിത് ചെയ്യാൻ സാധിക്കത്തില്ല. ഈ മൊബൈലിൽ ലോഗിൻ ചെയ്ത് മുന്നോട്ട് പോകുമ്പം തന്നെ മറ്റേ മൊബൈലിൽ നിന്ന് ലോഗൗട്ട് ചെയ്യണോ എന്ന് ചോദിക്കും. അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ മറ്റൊരു മൊബൈലിൽ ഓപ്പണായി കിടക്കുന്നുണ്ടെങ്കിൽ അത് ലോഗൗട്ട് ചെയ്തിട്ട് വേണം ഇങ്ങനെ ചെയ്യുവാൻ. ഇങ്ങനെ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ പോയി ഡേറ്റ ക്ലിയർ ചെയ്യാനൊക്കെ നിങ്ങളിൽ പലർക്കും അറിയാവുന്ന കാര്യമാണെന്നറിയാം. എന്നാലും ഞാൻ ഇതുമായി ബന്ധപ്പെടുത്തി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.